ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർച്ചന ഡയറീസ്. അർച്ചന ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സിംഗപ്പൂരിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ ഇവിടെ സമയം 8:10 എണീറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടികൾ തുടങ്ങാം. ആദ്യം ഒരു ചായ വയ്ക്കാൻ പോവാണ്. ഇന്ന് ചേട്ടന് ഓഫ് ഡേ ആണ്, ജോലിയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങളിന്ന് ഫുൾ ഡേ വീട്ടിലുണ്ടാവും. വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോവും, ബീച്ചിലൊക്കെ. അപ്പോൾ നമ്മൾ ചായ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചായക്ക് പാലും വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായയാണ്, എനിക്കും ചേട്ടനും. മോന് മൈലോ ആണ്, നമ്മുടെ ഓസ്ട്രേലിയൻ ആയിട്ടുള്ള റെസിപ്പി മൈലോ. ഇതാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തിളച്ചിട്ട് വേണം നമുക്ക് ചായപ്പൊടി ഇടാൻ മാറ്റിയിട്ട്. നമ്മുടെ ചായ അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഓക്കെ, ചൂട് ചായ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഒരു ചായയിലാണല്ലോ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിട്ടുണ്ട്. അപ്പോൾ പിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് അത് കഴിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, മോനെ എണീറ്റിട്ടില്ല, മുകളിൽ കിടക്കണം. അവനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പോൾ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി കുഞ്ഞിനെ വിളിക്കാൻ പോവണം. നല്ല കുഞ്ഞുമണി ഡേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ യൂട്യൂബിലെ. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ നമ്മുടെ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ട്. കുഞ്ഞിന് താഴെ മൈലോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോയിട്ട് പല്ല് തേക്കാം. ഓക്കെ, യെസ്. അപ്പോൾ കുഞ്ഞിൻ്റെ പല്ല് തേപ്പ് കഴിഞ്ഞു. അവൻ താഴത്തേക്ക് പോവുക. മൈലോ കുടിക്കണ്ടേ കുഞ്ഞാ? ഇറങ്ങും. യെസ്, കുഞ്ഞിൻ്റെ മൈലോ ഇവിടെ വെച്ചുതരാം. ഓക്കെ, നീ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് കാണാം പറയൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞിൻ്റെ മൈലോ കൂടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് കുളിക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഓക്കെ,
കാണാം. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, ചെറിയൊരു മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഓക്കേ. കുഞ്ഞൻ എന്താ ഇവിടെ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ പിട്ട് കറി, വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട്, പിട്ട് ആവി കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിട്ട്, വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ചിപ്സ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളിതാ ലിവിങ് റൂമിലിരിക്കുകയാണ്, TV കാണുന്നുണ്ട് യൂട്യൂബിൽ. കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കലത്തെ പണിയൊക്കെ നോക്കണം. ഡ്രസ്സൊക്കെ തോരയിടാനുണ്ട്, തിരുമ്പിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു വെയിലൊക്കെ പോയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങണത്. ബീച്ചിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും, സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം TV കാണാൻ വേണ്ടിയിരിക്കുക. നമ്മൾ ചെടികളൊക്കെ നനയ്ക്കാൻ വന്നിരിക്കുകയാണ്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ നനയ്ക്കാൻ. അവൻ ഹെൽപ്പ് ചെയ്യാൻ പോയിരിക്കുക അച്ഛനെ. ഗുഡ് കുഞ്ഞാ. ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു മഴയ്ക്കുള്ളൊരു ലക്ഷണം ഉണ്ട്, സാധ്യതയുണ്ട്. വെയിൽ കാണാനില്ല, കുറച്ചധികം ഉണ്ടായിരുന്നു വന്നപ്പോൾ തൊട്ടിട്ടുള്ള. അതൊക്കെ തിരുമ്പി ഇതാ തോരയിടാൻ പോകണം. കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടി തുടങ്ങാൻ. കുഞ്ഞൻ അവിടെ ഇരുന്ന് TV കാണുക. ഉച്ചക്കലത്തെ പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട്. നമ്മുടെ ചോറൊന്ന് ചൂടാക്കണം, പിന്നെ കൂട്ടാൻ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. പിന്നെ സവാള ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തൈര് അതൊക്കെ എടുക്കണം. കിട്ടിയത് പച്ചമുളക്. പിന്നെ എന്തൊക്കെയാ വേണ്ടേ? പിന്നെ സവാള, ഇഞ്ചി, പച്ചമുളക്. ഓക്കെ. തൈര് വേണ്ട? തൈര്, പിന്നെ തേങ്ങാപ്പാൽ. ഓക്കെ. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് അച്ചാറുണ്ടാക്കണം, ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട്. നമ്മൾ മോരുകറിക്കുള്ളതാണ് ഇഞ്ചി, പച്ചമുളക്, അത് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ആക്ച്വലി വെളുത്തുള്ളി വേണം, വെളുത്തുള്ളി ഇടണം, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം നമ്മളത് സ്കിപ്പ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെന്തായാലും ഉൾപ്പെടുത്തുക. അതും ഇതുമാതിരി ചെറുതായിട്ട് നുറുക്കണം. ഇഞ്ചിയും പച്ചമുളകും. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പില ഇട്ട് നന്നായി പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ സവോള ഇടുക. സവോള ഒരുപാട് ഇങ്ങനെ റെഡിഷ് കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ എന്താ പറയുക തേങ്ങാപ്പാൽ ഒഴിക്കുക.
തേങ്ങാപ്പാൽ ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ തിളപ്പിക്കാൻ പാടില്ലല്ലോ. തിളപ്പിക്കണ്ട, ജസ്റ്റ് ചൂടാകുമ്പോൾ നമ്മൾ മോരൊഴിക്കുക. തൈര് തൈര് ഒഴിക്കുക. നമ്മൾ ഇത്തിരി പുളിയുള്ള തൈര് ഒഴിക്കണം, നല്ലോണം സ്വാദ് ഉണ്ടാവുള്ളൂ. ചില ബ്രാൻഡിൻ്റെ ഒന്നും അത്ര പുളി ഉണ്ടാവില്ല, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. ഇവിടുത്തെ മെയിൻ എപ്പോഴും കുഞ്ഞിന് ഫേവറേറ്റ് ആണ് അച്ഛൻ്റെ മോരുകറി എന്ന് പറയും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കി കാണാം. റെഡിമെയ്ഡ് തൈരാണ് ഇവിടെ കിട്ടുന്നത്. നമ്മളതിന്ന് ബീറ്റ് ചെയ്തൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. പുളിയുള്ള തൈരല്ല, നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് എത്ര ആൾക്കാരുടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കാൻ തുടങ്ങിയ പത വന്നപ്പോൾ നമ്മൾ പിന്നെ തൈര് ഒഴിച്ചു. ഉപ്പൊക്കെ പിന്നെ നമ്മൾ നോക്കിയിട്ട് പാകത്തിന് കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. സിമ്പിൾ മോരുകറിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ കുറച്ച് വെണ്ടയ്ക്ക പൊരിയലും കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കഴിഞ്ഞു. കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഒരുപാട് വെള്ളം പോലെ ആവരുത്, ഇങ്ങനെ ഒരു കട്ട ഇത്തിരി കട്ട് ചെയ്ത്. പിന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം പോലെ വേണ്ടവർക്ക് വെള്ളം പോലെ ആക്കാം. പക്ഷെ അത് പുളി നോക്കണം. ഇവിടെ ചക്ക ചിപ്സ് കഴിക്കലാണ്. കഴിഞ്ഞു. കുളിക്കണ്ടേ? TV കണ്ടിരുന്നാൽ മതിയോ? വെണ്ടയ്ക്ക പൊരിയലിനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഇനി വാർക്കണം. മോരുകറിയോ ആയിട്ടുണ്ട്. ചോറ്. എനിക്ക് കുക്കിംഗ് എന്ന് ഭയങ്കര ഇഷ്ടമാണ്. മ്യൂസിക്, കുക്കിംഗ് ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ. എനിക്ക് വീഡിയോ എടുക്കൽ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അത് കാണുന്നവർ വിചാരിക്കേ ഞാനാണല്ലോ എല്ലാം പരിപാടി കുക്ക് ചെയ്യണത്. അപ്പം എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇവർ എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് കുക്കിങ്, അതുകൊണ്ടാണ്. നാട്ടിലാവുമ്പോൾ അത്ര അവസരങ്ങളില്ല നമുക്ക്. ഇപ്പോൾ ഇവിടെ പ്രവാസ ജീവിതം തുടങ്ങിയപ്പോൾ നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കുക്ക് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു. അപ്പോൾ വെണ്ടയ്ക്ക പൊരിയലിൻ്റെ പരിപാടികളാണ്. ഇതൊരു സ്പെഷ്യൽ വെണ്ടക്കായ ഉപ്പേരിയാണ്. അതായത് കടുക് മുളകൊന്നും പൊട്ടിക്കുന്നില്ല, ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ നമ്മൾ സാമ്പാർ പൊടിയാണ് ഇടുന്നത്.
വേറെ മുളക് പൊടി ഒന്നുമില്ല. അപ്പം അതിൽ ആ ടേസ്റ്റ് വരും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത്. ഓക്കെ, സാമ്പാർ പൊടി ഇടണത്. അപ്പോൾ ഒരുപാട് എരിവ് ഉണ്ടാവില്ല, പക്ഷെ നല്ല ഫ്ലേവർ ഉണ്ടാവും, വെറൈറ്റി ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ വെണ്ടയ്ക്ക പൊരിയലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇതാവണം അല്ലേ, ഡ്രൈ ആവണം. നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചോറ്, മോരുകറി, മറ്റേ വെണ്ടയ്ക്ക പൊരിയലൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഫൈനൽ ക്ലീനിങ് ആണ്. നമ്മൾ കിച്ചൺ ക്ലീനിങ് കൂടി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് ഏട്ടനും മോനും പോയിട്ട് കുളിക്കുക, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക. ആണ് ഇന്നത്തെ ഒരു ഉച്ചവരെത്തെ നമ്മുടെ പരിപാടികൾ. ഓക്കെ, നാട്ടിൽ ചുട്ട് പൊള്ളുമ്പോൾ ഇവിടെ ഫുള്ള് മഴയാണ്. ഇവിടെ എപ്പോഴും മഴയാണ്. കാണിച്ചു തരാം. ഇത് കാരണം ഇവിടെ ചൂടില്ല, ഫുള്ളും തണുപ്പാണ്. ഡ്രസ്സൊക്കെ നന്നായിട്ട് കിടന്നുണങ്ങുന്നുണ്ട്. മഴ, നാട്ടിൽ മഴ കിട്ടിയെന്ന് തോന്നുന്നു. ഇന്നലെയോ ഞാൻ നോക്കാം മഴ പെയ്തു തോന്നുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അങ്ങനെ കുഞ്ഞൻ്റെ കുളി കഴിഞ്ഞു താഴത്തേക്ക് പോവാണ്. ചേട്ടനും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കും. അതെ, മഴ എപ്പോഴും ഉണ്ട് അല്ലേ പുറത്ത്? യെസ്, മഴ ഉണ്ട്, മഴ പെയ്യുന്നുണ്ട്. ഉച്ചക്കലത്തെ ഊണ് കഴിക്കാൻ പോവാണ്. ചോറ്, മോരുകറി, വെണ്ടയ്ക്കപ്പൊരിയൽ, അച്ചാർ. കുഞ്ഞനിവിടെ കഴിക്കൽ തുടങ്ങി. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം. ഓക്കെ, സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് കുഞ്ഞാച്ചൻ്റെ മോരുകറി? കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഉച്ചയ്ക്കൊന്ന് കുറച്ചു നേരം ഉറങ്ങാം. എന്നിട്ട് വൈകുന്നേരം ക്ലൈമറ്റ് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. ബീച്ച്. ഓക്കെ, ഗുഡ് ബൈ. മുകളിലെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടക്കുക, പിന്നെ ബാക്കി വൈകുന്നേരത്തെ കാര്യങ്ങൾ. ബീച്ചിലേക്കുള്ള യാത്ര സംശയമാണ്, മഴ നോക്കിയിട്ടേ പോവുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കാണിച്ചത് സിംഗപ്പൂരിലെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.